ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അനിമാഷാണ്. ദീർഘകാലം നമ്മുടെ ഈ മേഖലയിൽ പരിചയമുള്ള ആളാണ്. LSSന്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സാറാണ് ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അപ്പൊ മക്കൾ കയ്യിൽ നോട്ട് ബുക്ക് ഉണ്ടാവും, പേന ഉണ്ടാവും, പെൻസിലൊക്കെ ഉണ്ടാവും. അത്യാവശ്യത്തിനാണ് നോട്ട് ചെയ്ത് വെക്കുക. സംശയം ഉണ്ടെങ്കിൽ മക്കളെ കൂടെ തന്നെ മക്കളുടെ രക്ഷിതാക്കൾക്ക് ഇടപെട്ട് ചോദിക്കാം. ഒരു പ്രശ്നവുമില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരും. അപ്പം LSSന്റെ പ്രാധാന്യം, LSS എന്താണ്, അതിനെപ്പറ്റിയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമായി ചർച്ച ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് അനിമാഷയെ ക്ഷണിക്കാം. ക്ഷണിക്കട്ടെ അല്ലേ? നിങ്ങളുടെ അനുഭവത്തോട് ക്ഷണിക്കട്ടെ. ഓക്കെ, സാറേ വരും. ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പം മൻസൂർ സാർ പറഞ്ഞു, പല സ്കൂളുകളിലും LSSന് വേണ്ട മക്കളെയൊക്കെ സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ ഏതായാലും ഭാഗ്യവാനും ഭാഗ്യവതികളുമാണ് അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ മക്കൾക്ക് കയറാൻ പറ്റി. എല്ലാവരും 3rd സ്റ്റാൻഡേർഡിൽ നിന്ന് 4th സ്റ്റാൻഡേർഡിലേക്ക് എത്തിയ മക്കളാണ്. റിപ്പീറ്റേഴ്സ് ഒന്നും ആരുമില്ല, ഫെയിലിട്ട് ആരുമില്ല. എല്ലാവരും പുതിയ, അതായത് ന്യൂ കമേഴ്സ്, 4th സ്റ്റാൻഡേർഡിലേക്കുള്ള പുതിയ മക്കളാണ് എല്ലാവരും. മാഷിനറിയാം, മക്കളുടെ സ്കൂളുകളിലെ പാഠഭാഗങ്ങളൊന്നും ശരിക്കും തുടങ്ങിയിട്ടുണ്ടാവാതെ കുറച്ച് ദിവസങ്ങള് മറ്റു പല പ്രവർത്തനങ്ങളും കൂടിച്ചേർന്നുകൊണ്ടുള്ള ക്ലാസ് ആയിരുന്നു. ഇനി ഏതായാലും നാളെ തൊട്ട് മക്കൾക്ക് എല്ലാ സ്കൂളുകളിലും ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഏതൊക്കെ വിഷയങ്ങളാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്? 4th സ്റ്റാൻഡേർഡില് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്? ഇംഗ്ലീഷ്, മാത്സ്, EVS, മലയാളം. ഓക്കെ. അപ്പോ ഏതായാലും നമുക്കറിയാം, മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. LSSന് ഈ 4 വിഷയങ്ങളും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ മക്കൾക്ക് നിലവിൽ 10 മാർക്കിന്റെ GKയും ഉണ്ട്. ആകെ 80 മാർക്കിനാണ് LSSന് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതായത് മലയാളത്തിന് 20, ഇംഗ്ലീഷിന് 10, GKക്ക് 10. സെക്കൻഡ് പാർട്ട് മാത്സ്, EVS. മാത്സിന് 20, EVSന് 20. ടോട്ടൽ 40 + 40 80 മാർക്സ്. അങ്ങനെ 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് LSSന് നിലവിൽ ചോദിച്ചു വരുന്നത്. ഇതിൽ മക്കൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? എത്ര മാർക്ക് കിട്ടിയാലാണ് LSS കിട്ടുക? 48. ഓക്കെ, 48 മാർക്ക് കിട്ടിയാൽ മക്കൾക്ക് LSS ലഭിച്ചു. അതായത് മക്കൾ എഴുതാൻ പോകുന്ന ഒരു ഉയർന്ന തലത്തിലുള്ള ആദ്യത്തെ എക്സാമാണ്. അതായത് പ്രൈമറി വിഭാഗത്തിൽ മക്കൾ എഴുതുന്ന ഒരു പരീക്ഷ LSS. അപ്പൊ മുൻകൂട്ടി തന്നെ ഇപ്പോഴുള്ള മുഴുവൻ മക്കൾക്കും LSS കിട്ടാനുള്ള എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. 3ാം ക്ലാസ് വരെ മക്കള് ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും മാത്സിലായാലും അതുപോലെ EVSലായാലും പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 3ാം ക്ലാസ്സിൽ മക്കൾ പുതിയ പാഠപുസ്തകമാണ് പഠിച്ചത്, അല്ലേ? ആണോ? 3ാം ക്ലാസ്സിൽ മക്കൾ പുതിയ പാഠപുസ്തകം പഠിച്ചു. അതേപോലെ തന്നെ 4ാം ക്ലാസ്സിലും മക്കൾ ഇപ്പോൾ പുതിയ പാഠപുസ്തകങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പാഠപുസ്തകങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? പാഠപുസ്തകങ്ങൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ മക്കൾക്കും
പാഠപുസ്തകങ്ങൾ മുഴുവൻ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിൽ എത്തിയിട്ടുണ്ട്, മക്കൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. പാഠഭാഗങ്ങൾ ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടാവും അല്ലേ? മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും EVS ആയാലും മാത്സ് ആയാലും മക്കൾ ഒന്നാമത്തെ പാഠഭാഗത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ, വളരെ ഈസിയിൽ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങളാണ് എല്ലാ വിഷയങ്ങളിലും ഉള്ളത്. വളരെ എളുപ്പത്തിൽ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ മക്കൾക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് മാഷ് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ, ഒരു പാഠഭാഗം, അതായത് ഒരു കവിത, നമ്മൾ പഠിക്കുന്ന ഒരു കവിത നമ്മൾ ഒരുപക്ഷെ കാണാപ്പാഠം പഠിക്കും. അതിലെ പദങ്ങൾ പഠിച്ചു വെക്കും. അതിലെ പദങ്ങളുടെ പകരം പദങ്ങൾ പഠിച്ചു വെക്കും. കവിതയിൽ നിന്ന് നമ്മൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും കവിതയിലെ പാഠഭാഗം ആസ്പദമാക്കി, ആശയം ആസ്പദമാക്കി നമ്മൾ ചോദ്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ 3-ാം ക്ലാസ്സിൽ വെച്ച് ഒരു കവിതയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മക്കളുടെ കയ്യിൽ നോട്ടും പേനയും ഉണ്ടോ? ഉണ്ട്. മലയാളത്തിൽ മക്കൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് ഓർത്തു നോക്കൂ. എന്നിട്ട് നോട്ട്ബുക്കിൽ മക്കൾ പഠിച്ച ഒരു 5 കാര്യങ്ങൾ, മലയാളത്തിൽ പഠിച്ച 5 കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കൂ. നമ്മൾ മലയാളത്തിൽ പഠിച്ച 5 കാര്യങ്ങൾ, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ 5 എണ്ണം എഴുതുക. മക്കൾ പഠിച്ച 5 കാര്യങ്ങൾ. മലയാളം, പിന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 20, GK 10, മാത്സ് 20, EVS 20. ശരി, 5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? യെസ്. അഹാന പറയൂ, അഹാന എഴുതിയ 5 കാര്യങ്ങൾ പറയൂ. അഹാന മാത്രം അഹാന മൈക്ക് ഓൺ ചെയ്യുക, എന്നിട്ട് പറയൂ. അഹാന റിപ്പോർട്ട്, ഓക്കെ, ഡയറി, കത്ത്, യെസ്, ആശയം, ഓക്കെ, ജീവചരിത്രക്കുറിപ്പ്. ശരി, 5 അല്ലേ? ഒന്നും കൂടി ഒന്നുകൂടെ, ഓക്കെ, പറയൂ. വാർത്ത, ഓക്കെ, എന്തൊക്കെയാണ് എഴുതിയത്? പഠിച്ച കാര്യങ്ങൾ: യാത്രാ വിവരണം, കത്ത്, ജീവചരിത്രക്കുറിപ്പ്, ഡയറി, കഥകൾ. ഓക്കെ. ഹൈഫ മോൾ എന്തൊക്കെയാണ് എഴുതിയത്?
യെസ്. കഥ കേട്ടില്ലല്ലോ, വ്യക്തമായില്ല. കടങ്കഥ കടങ്കഥ കടങ്കഥ. ചൊല്ല് ഓ, പഴഞ്ചൊല്ല് പഴഞ്ചൊല്ല്. ഓക്കെ, അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് കേട്ടിട്ടില്ല തോന്നുന്നു. ഓക്കെ, റിസ. ഓക്കെ, റിസ. കുറിപ്പ്, ഡയറി ഡയറി, കത്ത് കത്ത്, യാത്ര വിവരണം വിവരണം, കഥകൾ. അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമ്മൾ 4 പേര് പറഞ്ഞ കാര്യങ്ങള് നമ്മൾ കേട്ടു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 3ാം ക്ലാസ്സിൽ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ 5 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് മക്കൾ 5 കാര്യങ്ങൾ എഴുതിയത്. നമ്മൾ ഇനി 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് പഠിക്കും. നമ്മൾ LSSന് മലയാളത്തിൽ ചോദിക്കുന്നതും ഈ 3rd സ്റ്റാൻഡേർഡിലും 4th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും. നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. പാഠഭാഗത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ, അതായത് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ആൻസർ എഴുതാനും പറ്റും. നമുക്ക് ആ കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. നമ്മൾ നോക്കുക, നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു ഇംഗ്ലീഷിൽ പഠിച്ച കാര്യങ്ങൾ? ജസ്റ്റ് ഒന്ന് 5 എണ്ണം എഴുതി നോക്കൂ. ഇംഗ്ലീഷിൽ മക്കൾ പഠിച്ച 5 കാര്യങ്ങൾ. ഡിസ്ക്രിപ്ഷൻ, ഡയറി, ലെറ്റർ, ന്യൂസ്പേപ്പർ റിപ്പോർട്ട്, സ്റ്റോറി റൈറ്റിംഗ്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ നോക്കുക, തൽക്കാലം ഞാൻ മക്കളോട് ചോദിക്കുന്നില്ല. ഇപ്പോ ഇപ്പൊ പറയാത്തത് എഴുതിയ ആരാണുള്ളത്? എന്താണ് എഴുതിയത്? സ്റ്റോറി. Match the following. Fill in the blanks. Fill in the blanks. Comprehension. Yes, comprehension. Very good. അപ്പോ നമ്മളിപ്പോ മാത്സ് അല്ല, മലയാളവും ഇംഗ്ലീഷും നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ ഹെൽപ്പ് ചെയ്തോ? വീട്ടിൽ നിന്ന് ആരെങ്കിലും, പേരൻസ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ? അതോ സ്വയം എഴുതിയതാണോ? ചെറുതായിട്ട് ചിലർ ഹെൽപ്പ് ചെയ്തു അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പേരൻസ് ഹെൽപ്പ് ചെയ്യാതെ നമുക്ക് മാത്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. പക്ഷേ ഇതുവരെ ഞാൻ 5 എണ്ണമായിരുന്നു പറഞ്ഞത്. 7 കാര്യങ്ങള് മാത്സിൽ നിങ്ങൾ പഠിച്ച 7 കാര്യങ്ങള് കഴിഞ്ഞു അല്ലേ? ശരി, എങ്കിൽ അഹാന തന്നെ പറയൂ, എഴുതിയ 7 കാര്യങ്ങള്. ഹരണം, ഗുണനം, കൂട്ടൽ, സംഖ്യാശ്രേണി, കുറയ്ക്കൽ, സംഖ്യ പാറ്റേൺ, അളവുകൾ. ഹരണം പഠിച്ചോ? പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗായത്രി പഠിച്ച കാര്യങ്ങൾ പറയണോ? ഗായത്രി മൈക്ക് ഓൺ ചെയ്യണേ. Addition, subtraction, multiplication table, and division,
ഡിവിഷൻ, calendar note, calendar, കൗണ്ടിങ്, calendar, പാറ്റേൺ, calendar, കലണ്ടർ. കലണ്ടർ. ഓക്കെ, വെരി ഗുഡ്. clock, യെസ്, shapes, ഓക്കെ. pattern, ഓക്കെ, നമ്മൾ നോക്കുക അടുത്തത്. ഇപ്പൊ 2 പേര് പറഞ്ഞു. ഈ 2 പേര് പറഞ്ഞത് കൂടാതെ എഴുതിയ മെഹർ എന്തെങ്കിലും എഴുതിയോ? ഇത് കൂടാതെ figures with matchsticks, പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് അല്ലേ? പിന്നെ വേറെ ആരെങ്കിലും? ascending order, Yeah. descending order, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. ഇപ്പൊ നമ്മള് മേസിൽ നമ്മൾ ആദ്യം പഠിച്ചത് നമ്പേഴ്സ് പഠിച്ചു അല്ലേ? നമ്പേഴ്സിനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്പേഴ്സ് വലിയൊരു പാഠഭാഗമാണ്. അതായത് മക്കളോട് രക്ഷിതാക്കൾ അടുത്തുണ്ടാവും, രക്ഷിതാക്കൾ കൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മക്കളും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മള് ഓരോ പാഠഭാഗവും മക്കൾക്ക് യൂണിറ്റ് വൈസ് ആയിട്ട് പാഠങ്ങളുണ്ട്. ഏത് വിഷയമായിക്കോട്ടെ, മാത്സ് ആയാലോ മലയാളമോ ഇംഗ്ലീഷോ EVS ഏതോ ആയിക്കോട്ടെ, ഏത് വിഷയം ആയാലും ഓരോ യൂണിറ്റിലും മക്കൾ പഠിക്കുന്നത് ചില ലേണിംഗ് ഔട്ട്കംസ്, അതായത് പഠന നേട്ടങ്ങളാണ്. എന്താണ് പറഞ്ഞത് മാഷ്? എന്താണ് പഠിക്കുന്നത്? ലേണിംഗ് ഔട്ട്കം. ലേണിംഗ് ഔട്ട്കംസ്, പഠന നേട്ടങ്ങൾ. ഓക്കെ അല്ലേ? പഠന നേട്ടങ്ങൾ, ലേണിംഗ് ഔട്ട്കംസ്. അതായത് നമ്മൾ ഒരു പാഠം പഠിക്കുമ്പോൾ ആ പാഠത്തിലൂടെ നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ സബ്ജക്ട് ടീച്ചർ മക്കൾക്ക് ചില പഠന നേട്ടങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കംസ് പഠിപ്പിക്കുന്നു. പക്ഷേ ടീച്ചേഴ്സ് എന്ത് പറയൂല? ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഈ ഇന്ന കാര്യമാണ്, ഇന്ന ലേണിംഗ് ഔട്ട്കം, ഇന്ന പഠന നേട്ടമാണ് എന്ന് പറയില്ല. പക്ഷേ ടീച്ചർ എന്ത് ചെയ്യും? ചില പ്രവർത്തനങ്ങൾ മക്കൾക്ക് തരും അല്ലെ? ക്ലാസ്സിൽ എങ്ങനെയാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്? മക്കൾക്ക് എന്ത് തരും? ചില ആക്ടിവിറ്റീസ് തരും അല്ലെ? ആണോ? അങ്ങനെയാണോ? ആണ്. ചില പഠന പ്രവർത്തനങ്ങൾ തരും. അപ്പോ ആ പഠന പ്രവർത്തനങ്ങളിൽ മക്കൾ നേടിയെടുക്കേണ്ട പഠന നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ യൂണിറ്റിലും 5, 10, 15 പഠന നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം സാറ് പറയുന്നത് കേട്ട് മക്കൾ പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിളാണ്. ഈ പഠന നേട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചായ കഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പഴം തിന്നുന്നത് പോലെ അത്രയും സിമ്പിളാണ് ഈ പഠന നേട്ടങ്ങൾ മനസ്സിലാക്കുന്നത്. ആ പഠന നേട്ടങ്ങൾ തരാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എന്ത് തരുന്നു? പ്രവർത്തനങ്ങൾ തരുന്നു. പഠന പ്രവർത്തനങ്ങൾ മക്കൾക്ക് തരുന്നു. ഈ പഠന പ്രവർത്തനങ്ങൾ തരുമ്പോൾ നമ്മളത് പ്രവർത്തനം ചെയ്ത് ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവും, ഞാൻ ഇന്ന് പഠിപ്പിച്ച പഠന നേട്ടം ഈ ക്ലാസ്സിൽ 4th A സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ 5th A സ്റ്റാൻഡേർഡിൽ എത്ര മക്കൾ നേടി. ടീച്ചറുടെ കൈവശം ഒരു ബുക്ക് ഉണ്ടാവും. മക്കളെ പറ്റി കുറിപ്പ് എഴുതുന്ന ഒരു ബുക്ക് ഉണ്ട്. ടീച്ചർ അതിൽ രേഖപ്പെടുത്തും, എന്റെ ക്ലാസ്സിൽ 4th Aയിലെ 24 കുട്ടികളിൽ 15 പേർ ഈ പഠന നേട്ടം നേടി. അല്ലെങ്കിൽ 5th Aയിലെ 30 കുട്ടികളിൽ 21 പേർ ഈ പഠന നേട്ടം നേടി. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു? പിറ്റേ ദിവസം പഠന നേട്ടം നേടാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രവർത്തനം കൂടി തരും. അതോടൊപ്പം തന്നെ പഠന നേട്ടം നേടിയ നിങ്ങളെ പോലെയുള്ള മക്കൾക്ക് ടീച്ചർ കുറച്ച് ഉയരത്തിലുള്ള ഒരു പ്രവർത്തനം തരും. അതായത് നിങ്ങളെ LSSലേക്ക് അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനം. അപ്പൊ മക്കള് ആ പ്രവർത്തനം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് എഴുതിയാൽ മക്കൾ ഉയർന്ന ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞു. അത് ടീച്ചർക്ക് മനസ്സിലാവും.
അപ്പൊ നമ്മൾ മാത്സ് പ്രത്യേകിച്ച് മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഫുൾ സ്കോർ നേടിയെടുക്കാൻ പറ്റിയ ഒരു വിഷയമാണ്. മറ്റു വിഷയങ്ങളെ പോലെയല്ല മാത്സ്. നമ്മൾ പഠിച്ചു വെച്ച കാര്യം വെച്ച് നമുക്ക് അധ്യാപകർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പോലും നമുക്ക് മാത്സ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറയാം. മാത്സില് ഗണിതത്തിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചു. ഉദാഹരണത്തിന് 5 കൂട്ടണം 3, 5 + 3. ഇതാണ് മക്കളെ പഠിപ്പിച്ചത് എന്ന് കൂട്ടുക. എത്ര ആൻസർ എത്ര കിട്ടി? 8. വെരി ഗുഡ്. ഈ പ്രവർത്തനമാണ് മക്കൾക്ക് ടീച്ചർ തന്നതെന്ന് വിചാരിക്കാം. അത് പഠിപ്പിച്ചു, ടീച്ചർ പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ടീച്ചർ പഠിപ്പിക്കാത്ത ഒരു ചോദ്യമാണ് വേറെ നിങ്ങൾ വീട്ടിൽ നിന്ന് തരുന്നത്, അല്ലെങ്കിൽ വേറൊരു സാറ് തരുന്നത്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഏട്ടൻ, കാക്ക, അല്ലെങ്കിൽ ഏച്ചി, ചാച്ചി ഒരു കണക്ക് തരികയാണ്. എന്താണ് തരുന്നത്? 2 + 4, 2 + 4. മക്കൾ ചെയ്യാൻ പറ്റുമല്ലോ, പറ്റുമോ? ഓക്കെ. എത്ര 2 + 4 എത്രയാണ്? 2 + 4 എത്രയാ? 6 കിട്ടിയില്ലേ? നമ്മൾ നോക്കുകയാണെ, സ്കൂളിൽ വെച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് 5 + 3 അല്ലേ? ചില കുട്ടികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ചില കുട്ടികൾ 5 പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും, 3 ഇങ്ങനെ എടുത്ത് 6, 7, 8 അല്ലേ? ചില കുട്ടികൾ 5, 6, 7, 8 പല രീതിയിലും ചെയ്ത കുട്ടികളുണ്ട്. ഏതായാലും അത് പഠിച്ചു, ടീച്ചർ പഠിപ്പിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പഠന നേട്ടം. ആ പഠന നേട്ടം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ മിസ്, നിങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കാത്ത 2 + 4 അല്ലേ? ആ കണക്ക് ചെയ്യാൻ പറ്റി. അതാണ് സാറ് പറഞ്ഞത്. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഗണിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാത്തത് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാത്തത് ചെയ്യാൻ പറ്റും. ഇനി ഒന്നുകൂടെ നോക്കിക്കോളൂ. നമ്മൾ ഒരു കവിതയ്ക്ക്, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കത്ത്, ഡയറി പറഞ്ഞല്ലോ നേരത്തെ. ആരെങ്കിലും ഡയറി പറഞ്ഞു അല്ലേ? അപ്പൊ സപ്പോസ് ഒരു ഡയറി എഴുതിയാൽ 5 മാർക്കാണ് എന്ന് കൂട്ടുക. നമ്മള് നിങ്ങളുടെ ക്ലാസ്സിലുള്ള മുഴുവൻ മക്കളും ഡയറി എഴുതി, എല്ലാവരും ഡയറി എഴുതി. ഡയറിക്ക് എല്ലാവർക്കും 5 മാർക്ക് കിട്ടുമോ? ഫുൾ മാർക്ക് കിട്ടുമോ? കിട്ടാറുണ്ടോ? എല്ലാവർക്കും കിട്ടാറില്ലല്ലോ. എന്തെങ്കിലും ചെറിയ അക്ഷര തെറ്റുണ്ടാവാം, അല്ലെങ്കിൽ ടീച്ചർ പറയാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും. എന്നാൽ ഗണിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദർ 200 rupees തന്നു ടൂർ പോവാൻ, നിങ്ങളുടെ മദർ അമ്മ 100 രൂപ തന്നു, ആകെ എത്ര രൂപ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ 200 + 100 എത്രയായി? 300. ആ 300 എഴുതിയാൽ മുഴുവൻ കിട്ടില്ലേ? കണ്ടല്ലോ, ഗണിതത്തിന് നമുക്ക് ശ്രദ്ധയോടെ ചെയ്താൽ എപ്പോഴും ഫുൾ മാർക്ക് കിട്ടും. അപ്പോ ഗണിതത്തിനെ ഒട്ടും ഭയക്കേണ്ടതില്ല, വളരെ സിമ്പിളാണ്. കുറച്ച് ശ്രദ്ധ മതി. നമ്മൾ ഗണിതത്തിൽ പലപ്പോഴും ആൻസർ തെറ്റാൻ കാരണം, എന്റെ ക്ലാസ്സിലൊക്കെ കുറെ മക്കൾക്ക് ആൻസർ തെറ്റിപ്പോകും. അപ്പൊ ഞാൻ മക്കളോട് പറയും, അതെന്താ കൂട്ടുന്ന കണക്ക് അറിഞ്ഞൂടെ, അഡീഷൻ അറിഞ്ഞൂടെ, മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞൂടെ എന്ന് ചോദിക്കും. അറിയാം സർ എന്ന് പറയും. പക്ഷെ എന്താണ് പറ്റുന്നത്? അവരെ എന്തുകൊണ്ടാണ് അവർ തെറ്റിയത്? പഠിക്കാത്തത് കൊണ്ടാണോ? അല്ല, എന്തുകൊണ്ടാ? അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആണല്ലോ. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധയോടെ എഴുതുമ്പോൾ മാത്സ് ഒരിക്കലും പ്രശ്നമാവുന്നില്ല. മാത്രമല്ല, നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിച്ച നേരത്തെ നിങ്ങൾ പറഞ്ഞ സങ്കലനം, വ്യവകലനം, ഈ 2 കാര്യങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഗുണനവും ഹരണവും എളുപ്പമാണ്. സാർ പറഞ്ഞത് കേട്ടെ, നിങ്ങൾക്ക് സങ്കലനം, അഡിഷൻ, അതുപോലെ സങ്കലനം, സബ്ട്രാക്ഷൻ അല്ലേ? സങ്കലനം, വ്യവകലനം, കൂട്ടുന്ന കണക്കും കുറയ്ക്കുന്ന കണക്കും,
അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ? കൂടുതൽ ആൾക്ക് കുറയ്ക്കുന്ന ആൾക്ക് എല്ലാവർക്കും അറിയാമോ? അറിയാം. ആയിക്കോട്ടെ. സാറ് മറ്റൊരു സാറൊരു ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പൊ ഞാൻ തരുന്ന ചോദ്യത്തിന് മക്കള് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഉത്തരം പറയണം. ഒരു 10 സെക്കൻഡ് കൊണ്ട് ഉത്തരം പറയണം. അത് റെഡി? റെഡി ആണെങ്കിൽ കാണിച്ചെല്ലാവരും റെഡി ചെയ്യും. 10 സെക്കൻഡാണ് എടുക്കാവോ? യെസ്. നേരത്തെ സാറ് പറഞ്ഞ അഡീഷനായിട്ട് ബന്ധപ്പെട്ട് സങ്കലനായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. 1 + 11 + 111 + 1111 + 11,111 എത്രയാണ്? 12,343. നിങ്ങളെ അടുത്തുള്ള രക്ഷിതാക്കളെ ഈ ചോദ്യം കൊടുത്തു നോക്കുക. 1, 2, 4, 5. ഇതാണ്. 345. ഓക്കെ. എത്ര വായിച്ചു? ഒന്ന് പറയാ. 1, 2, 3, 4, 5. 12,345. ഈ ചോദ്യത്തിൽ നമ്മൾ LSSന് ചോദിക്കുക ഈ ഒരു രീതിയിലാണ്. നിങ്ങൾ സാധാരണ കഴിക്കുന്ന പ്ലേറ്റിലല്ല LSSന്റെ ചോദ്യം തരിക. USS സ്കോളർഷിപ്പ് മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരുമ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം തരും ഇങ്ങനെയായിരിക്കും. 1 + 11 + 111 + 1111 + 11,111 എന്നിങ്ങനെ എഴുതിയിട്ട് നിങ്ങളോട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ 5, 4, 3, 2, 1 എന്ന് നിഷ്പ്രയാസം നിങ്ങൾ എഴുതും. പക്ഷേ ഇത് നേരെ തിരിച്ച് ഇങ്ങനെ എഴുതിയപ്പോൾ ചെറിയ പ്രയാസം വന്നോ? യെസ് ഓർ നോ? അപ്പൊ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരിക്കലും LSSന്റെയും അതുപോലെ USSന്റെയും ഒക്കെ ചോദ്യം മൈക്ക് മ്യൂട്ട് ചെയ്തേ മെഹർ മൈക്ക് മ്യൂട്ട് ചെയ്തേ. അപ്പൊ LSSന്റെയും USSന്റെയും ചോദ്യങ്ങൾ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് റൂമിൽ തരുമ്പോൾ തരാറില്ല. അത് മക്കളും തിരിച്ചറിയുക. ഇനി നമുക്ക് ഇതേ രീതിയിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. എന്റെ ചോദ്യം കേട്ടിട്ട് ആ ചോദ്യം മാത്രം ഇങ്ങോട്ട് പറയുക. അതാര് പറയും? ആൻസർ വേണ്ട. അഹാന. അഹാനക്ക് വീട്ടില് അഹാനയുടെ അനുജത്തി ഉണ്ടോ? ചേച്ചി ഉണ്ടോ? ചേച്ചി. എന്താ ചേച്ചിയുടെ പേര്? ആവണി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എല്ലാ കുട്ടികളും വേണ്ടി ഈ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ അഹാനയുടെ കയ്യിൽ ഒരു 100 രൂപ കൊടുക്കുകയാണ്. അഹാനയുടെ ചേച്ചി ആവണിയും അഹാനയും കൂടി ആ 100 രൂപ തുല്യമായിട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞാൽ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഗായത്രിയാണ്. അഹാനയുടെ 2 പേർ കൂടി തുല്യമായിട്ട് വീതിക്കാൻ ഞാൻ പറഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? 100 രൂപ ഞാൻ അഹാനയെ ഏൽപ്പിച്ചിട്ട് ചേച്ചിയും തുല്യമായിട്ട് എടുക്കാൻ പറഞ്ഞാൽ എത്ര കിട്ടും? 50. ഓരോരുത്തർക്കും എത്ര കിട്ടും? 50 കിട്ടും. അപ്പൊ ശരി, മെഹർ ഓരോരുത്തർക്കും എത്ര കിട്ടും മോളെ? 50 ഈച്ച് കിട്ടും. ശരി. ഇനി മെഹറിനോട് എന്റെ അടുത്ത ചോദ്യം. അഹാന എന്ന് പറഞ്ഞ മോള് ചെറിയ കുട്ടിയും ആവണി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന? അഹാന +2 പഠിക്കുന്ന വലിയ കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെറിയ മോളായ അഹാനയോട് ഈ 100 രൂപ ഭാഗിക്കുമ്പോൾ അഹാനയോട് ഞാൻ പറഞ്ഞു
മോളിൽ ഒരു കാര്യം ചെയ്തോളൂ. എല്ലാം 10 രൂപയുടെ നോട്ടുകളാണ്, 10 റുപ്പീസ് നോട്ട്സ് ആണ്. ഞാൻ അഹാനയോട് പറഞ്ഞു, ആവണിക്ക് നീ അത്രയൊന്നും കൊടുക്കണ്ട. അഹാന ഒരു കാര്യം ചെയ്തോളൂ, ചേച്ചിയേക്കാളും 10 രൂപ അധികം എടുത്തോളൂ. ചേച്ചിയേക്കാൾ 10 രൂപ അധികം എടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് വീതിക്കാൻ പറഞ്ഞാൽ, ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ, മെഹർ നമ്മുടെ അഹാനയ്ക്ക് എത്ര കിട്ടും? 60 rupees. അപ്പൊ ആവണിക്കോ? 40 rupees. എന്റെ ചോദ്യം എന്തായിരുന്നു മെഹർ? എന്റെ ചോദ്യം 10 രൂപയുടെ വ്യത്യാസം വരുത്താനല്ലേ ഞാൻ പറഞ്ഞത്. 60 minus 40 20 റുപ്പീസ് അല്ലേ? ഇവിടെ ചെറിയ പ്രശ്നം വന്നല്ലോ. വേറൊരു കുട്ടിക്കൊന്ന് സഹായിക്കാൻ പറ്റുമോ? അതായത് അഹാനയോട് ഞാൻ പറഞ്ഞത് 10 രൂപ അധികം എടുക്കാനാണ്. ചേച്ചി ഇപ്പൊ തന്നെ ദേഷ്യം പിടിച്ച് കിടക്കാണ്. കാരണം 10 രൂപ എന്തിനാ സാറേ അധികം കൊടുക്കുന്നത്? എന്നിട്ടാണ് 20 രൂപയുടെ വ്യത്യാസത്തിൽ അത് വായിക്കുന്നത്. അപ്പൊ മെഹർ വാങ്ങിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. അപ്പം 40 ഇതല്ല, അത് മനസ്സിലായി. അപ്പൊ 40 60 അല്ല എന്ന് തെളിഞ്ഞു. ഇനി വേറെ പറയാൻ പറ്റുമോ? എത്ര കിട്ടും ഈ അഹാനയ്ക്ക്? ഇനി നിങ്ങൾ പേരൻസിനോട് ചോദിച്ചു നോക്കൂ. ഈ 100 രൂപ 10 രൂപയുടെ നോട്ട് സാറ് തന്നിട്ടുണ്ട്. വേറെ ചോദിക്കും പേരൻസിനോട്, വീഡിയോ ഓഫാക്കി ചോദിച്ചോളൂ. 10 രൂപ വെച്ചിട്ട് 100 രൂപ തന്നിട്ടുണ്ട്. ചേച്ചിക്ക് ഞാൻ 10 രൂപ കുറയ്ക്കേണ്ടത്, എനിക്ക് ഈ 10 രൂപ അധികം കിട്ടണം, എങ്ങനെ വായിക്കും ചോദിച്ചു. ഇനി ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാം. 55 45. ശരി, ആരോ സഹായിച്ചു അല്ലേ? ആരോ സഹായിച്ചവർ? അമ്മ സഹായിച്ചു. അപ്പൊ മോൾക്കാണോ 55 കിട്ടുക, അല്ലെങ്കിൽ ചേച്ചിക്കാണോ 55 കിട്ടുക? എനക്ക് എന്ന് പറഞ്ഞാൽ മോക്കില്ലേ? അഹാനയ്ക്ക് 55 കിട്ടും. ചേച്ചിക്ക് എപ്പോ എത്ര കിട്ടും? 45 കിട്ടും. അതായത് എനക്ക് എന്ന് പറഞ്ഞ അഹാനയ്ക്ക് 55 കിട്ടും. ആവണി എന്ന ചേച്ചിക്ക് 45 കിട്ടിയപ്പോൾ വ്യത്യാസം 10 ആണെന്ന കാര്യം നമ്മൾ ഉറപ്പിച്ചു. ഇനി എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. അപ്പൊ അതാണ് ശരി. മെഹർ, അതാണ് ശരി. മെഹർ, ഇതെന്താ ചെയ്യേണ്ടതറിയോ? നമ്മളെപ്പോഴും മാത്സിനെ സമീപിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത് ഈ 100 രൂപയിൽ നിന്ന്, മെഹർ ഞാൻ പറഞ്ഞതിന് ഉത്തരം പറയാം. ഈ ചെറിയ മോൾക്ക് എത്ര രൂപയുടെ വ്യത്യാസമാണ് പറഞ്ഞത് നമ്മള്? 10 രൂപ. അപ്പൊ മെഹർ, നമ്മൾ ആ 10 രൂപ ആദ്യം ചെറിയ മോക്കം കൊടുക്കുക. ഇതാണ് ചെറിയ മോള്, ഇത് ചെറിയ മോള് എന്ന് പറഞ്ഞാൽ അഹാന എന്ന കുട്ടി. അവൾക്ക് 10 രൂപ ഈ 100 രൂപയിൽ നിന്ന് മാറ്റുക. അപ്പൊ മെഹർ, 100ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ എത്രയാണ്? 90. ഇനിയിപ്പോൾ 90 മാത്രമേ ബാക്കിയുള്ളൂ. ഈ 90 2 പേർക്ക് നമുക്ക് തുല്യമായിട്ട് വിവരിക്കണം. ഒന്ന് ആവണി എന്ന ആ +2 വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നത്, ഇതാവണം. അപ്പോൾ ഈ 90 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 45. അപ്പോൾ ഓരോരുത്തർക്കും 45 കൂടി അങ്ങ് കിട്ടി കൊടുക്കണം. അപ്പോൾ ആവണിക്ക് നമ്മൾക്ക് 45 മാത്രം കൊടുത്താൽ മതി. പക്ഷെ നേരത്തെ കിട്ടിയ അഹാനയ്ക്ക് ആ 45 അഹാനയ്ക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ 10 + 45 55 കിട്ടുന്നു. അതുപോലെ ചേച്ചിയായ ആവണിക്ക് 45 കിട്ടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, മാത്സ് എപ്പോഴും നമ്മൾ സമീപിക്കുന്ന രീതിയിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പം പേരൻസ് ആ കാര്യം ശ്രദ്ധിക്കുക. ഇവർക്ക് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മളെ ക്ലാസ്സിലേക്ക് ധാരാളം കുട്ടികൾ വരും. ഇപ്പം മെഹർ പഠിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ കുട്ടികളൊക്കെ ഓഗസ്റ്റ് മാസമായാൽ കംപ്ലീറ്റ് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യും. കോഴിക്കോട് തന്നെ പ്രോവിഡൻസ് ജൂനിയറിലെ കുട്ടികൾ ജോയിൻ ചെയ്യും.
അവരൊക്കെ ഇപ്പൊ ഒന്ന് പാഠഭാഗങ്ങൾ ഒന്നങ്ങ് എടുത്തു തുടങ്ങുന്നില്ല. സാർ പറഞ്ഞതുപോലെ ഈ ആഴ്ച മുതലാണ്, അടുത്ത ആഴ്ച മുതലാണ് നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് ക്ലാസ്സുകൾ ലഭിക്കുക. അപ്പൊ അത് ലഭിക്കുന്നതിനനുസരിച്ച് ഈ കുട്ടികളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറും. അപ്പൊ കൂടുതൽ ചോദ്യങ്ങളായിട്ടൊക്കെ നമ്മൾ വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട് ബുക്ക് കരുതുക. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന് ഒരു നോട്ട് ബുക്ക് പ്രത്യേകം കരുതുക. അതിൽ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഞാൻ എപ്പോഴും നിങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് മക്കൾ ആ നോട്ട്സ് എനിക്കൊന്ന് കാണിച്ചു തരണം. ഗായത്രിയുടെ അറിയാലോ സാറിന്? ഓക്കെ. ഗായത്രിയുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 5th സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് 4th ചെറിയൊരു മാത്സിന് ചെറിയൊരു പ്രശ്നം വന്നിരുന്നു എന്ന് സാർ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എന്താണ് USSന്റെ ക്ലാസ് മോളുണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ ഇതില് ചെറിയ ചില കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുക. അപ്പൊ അതൊന്നുകൂടി ഒന്ന് റെഡി ആയതിനു ശേഷം പിന്നെ USSലേക്ക് പൂർണ്ണമായിട്ട് കയറിയാൽ മതി സാറേ, മതി. ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രിക്കിങ് ഇതിന്റെ ഒരു പാറ്റേൺ ഒക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇത് പഠിക്കുന്ന കുട്ടികളല്ലേ? തീർച്ചയായിട്ടും ആദ്യത്തെ കൊണ്ട് അവർക്കൊരു സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തു. ഇതിന്റെ പ്രാധാന്യം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. മതി. ഓക്കെ സാർ. തൃശ്ശൂരല്ലേ സ്ഥലം പറഞ്ഞത്? അല്ലേ? തൃശ്ശൂരാ സാറേ. ശരി. ചേർപ്പ് സ്കൂളിന്റെ അടുത്താണോ? ചേർപ്പ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്ന ആള്. CNN-ന്റെ ഗേൾസിലാണ് ആള്. കഴിഞ്ഞോട്ടം LSS അവിടെയാണ് പഠിച്ചത്. ഇപ്പൊ അവിടെ തന്നെ ഹൈസ്കൂൾ 5ാം ക്ലാസ്സിലേക്ക് അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ അവിടെ ബോയ്സിന് ക്ലാസ് എടുക്കാറുണ്ട്. ബോയ്സില് മോനുണ്ടായിരുന്നു USSന് കഴിഞ്ഞോട്ടും സാറേ. സാറിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. കാശിനാഥ് എന്നായിരുന്നു പേര്. വെരി ഗുഡ്. എത്ര മാർക്ക് ഉണ്ടായിരുന്നു കാശിനാഥിന് 81. നല്ല മാർക്കല്ലേ? അതെ സാർ. ഗിഫ്റ്റഡ് ആയോ? ഗിഫ്റ്റഡ് ആയില്ല. 83 സാർ ഇവിടെ ഗിഫ്റ്റഡ്. ഗായത്രിക്ക് LSSല് 70 മാർക്കായിരുന്നു. വെരി ഗുഡ്. നല്ല മാർക്കല്ലേ നമുക്ക്? അതെ, അതില് മാത്സ് ഒരു 5 എണ്ണം പോയി സാറേ. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഇത് ചെയ്തത്. ഇപ്പൊ നമുക്കത് എത്രത്തോളം നമ്മൾ ചെയ്യണത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും മത്സര പരീക്ഷകളുടെ ഒരു മാത്സുമായിട്ട് കുട്ടിക്ക് ഒന്ന് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന്റെ പുറത്ത് ചെയ്തതാണ്. സാറേ, അത് ഗായത്രിയുടെ പ്രശ്നമായിരിക്കില്ല. അത് ചെറിയ ക്ലാസ് ആയതുകൊണ്ട് ഇവരുടെ പ്രശ്നം എന്താണ്, നമ്മൾ പലപ്പോഴും ഈ LSS പരീക്ഷ ഹാളിൽ ചെന്നാല് നമ്മളൊക്കെ ചീഫായിട്ട് പോകുന്നത് കൊണ്ട് പല ക്ലാസ്സുകളിലും ഞാൻ ചീഫായിട്ട് പോകുന്ന സ്കൂളുകളിൽ ഞാൻ എല്ലാ ക്ലാസ് മുറികളിലും കയറി നോക്കും. ഈ തന്നെ അധിക ക്ലാസ്സുകളിൽ ഇരിക്കുന്ന മക്കൾ അധികവും ഞാൻ തന്നെ പോയി അവരുടെ സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് അവരുടെ സ്കൂളിലുള്ള ആ കണക്കിന്റെ ഇതും പരീക്ഷാ ഹാളിൽ ഉള്ളൊരു മാറ്റം ഉണ്ടാവുക. അവരവിടെ ചെറിയ ഇഷ്യൂ വരുന്നതാണ്. അതായത് സാറ് ഈ ഞാൻ നേരത്തെ സാറ് കേട്ടിട്ടുണ്ടാവും, ഞാൻ ഈ ലേണിംഗ് ഔട്ട്കംസ് പഠന നേട്ടങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അതായത് ഗണിതത്തിന് ഒഴിച്ച് മലയാളം, ഇംഗ്ലീഷ്, EVSന് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഈ ലേണിംഗ് ഔട്ട്കംസ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ പഠിക്കുന്ന മക്കൾക്ക് വലിയ പ്രയാസം വരില്ല, പഠിച്ചത് എഴുതും. പക്ഷെ മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ, ചെറിയൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോ അതില് 3ഓ 4ഓ ലേണിംഗ് ഔട്ട്കം പഠനമായിട്ട് ഉൾപ്പെടുത്തി കഴിയും. അവര് ഒരു ഉയർന്ന തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് അവര് 3ഓ 4ഓ പഠന നേട്ടം ഉൾപ്പെടുത്തും. അപ്പൊ ഈ ചില മക്കള് ഗായത്രി നല്ല മാർക്ക് 70 മാർക്ക് കിട്ടുന്ന വളരെ ഉയർന്ന മാർക്കാണ്. അപ്പോ ഇവർക്ക് എന്ത് പറ്റും? ഇവര് പെട്ടെന്ന് പരീക്ഷ ഹാളിൽ നിന്ന് ഈ 3 ലേണിംഗ് ഔട്ട്കംസ് ഏതെങ്കിലും ഒരു ലേണിംഗ് ഔട്ട്കംസ് ടീച്ചർ പറഞ്ഞ് ഓർമ്മ വരും, അത് വെച്ച് ആൻസർ ചെയ്യും. ചെറിയ മക്കളാണല്ലോ, 4ാം ക്ലാസ് പഠിക്കുന്ന. അങ്ങനെയാണ് അവർക്ക് ഈ മേസിനോടൊരു മാർക്ക് കുറഞ്ഞു പോകുന്നത്. പക്ഷേ അത് തന്നെ നേരത്തെ മൻസൂർ മാഷ് ചോദിച്ച 10 രൂപ ഡിഫറൻസ് ചെയ്ത് മാഷ് ചോദിച്ചപ്പോ 60-40 സാറ് ചോദിച്ചില്ലേ സാറേ? അവരെന്താക്കി, അവര് നേരെ അങ്ങ് 60-40-100 കിട്ടി. ഒരു പഠന നേട്ടം. 2 പഠന നേട്ടം സാറ് പറഞ്ഞത് 10ന്റെ ഡിഫറൻസ് ആണ്. അത് അവരോട് വിട്ടുപോയി. ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത മക്കൾ കേട്ടിട്ടുണ്ടാവും. ഒരു 8 വരി സാറ് പാടിത്തരാം. അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് മക്കള് ആ കവിത നന്നായി ശ്രദ്ധിക്കുക. ഒരുപക്ഷെ മക്കൾ കേട്ടിട്ടുണ്ടാകും, എന്നാലും ശ്രദ്ധിക്കുക. ഓക്കെ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി,
പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലായിടവും പുഷ്പഗന്ധം പരത്തി, മെല്ലൊന്നു തെക്കുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ, എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. ഒരു കവിതയാണ്. ആ കവിതയിലെ കുറച്ച് വരികളാണ് ഞാനിപ്പോ ഇവിടെ പാടിയത്. മക്കൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം. വായനയിൽ താല്പര്യമുള്ള മക്കളാണെങ്കിൽ തീർച്ചയായും അത് വായിച്ചിട്ടുണ്ടാവാം. ഞാൻ ഈ കവിത 8 വരി പാടിയത് മക്കൾക്ക് കവിതയോടൊരു കമ്പം, ഇഷ്ടമുണ്ടാവട്ടെ എന്ന് കരുതിയാണ്. നമ്മൾ പലപ്പോഴും വായിക്കാതെ ആയി പോകുന്നത്, പല പാഠഭാഗം, പല പുസ്തകങ്ങൾ നമ്മൾ വായിക്കാതെ ഒഴിവാക്കുന്നത് നമുക്കത് ഇഷ്ടക്കുറവ് കൊണ്ടാണ്. അപ്പൊ മക്കള് കവിതകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വായിച്ച്, അല്ലെങ്കിൽ വീട്ടുകാരോട് ചോദിച്ച്, അല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സിനോട് ചോദിച്ച് കവിതകളൊക്കെ വായിക്കണം. അതേപോലെ തന്നെ കഥകൾ വായിക്കണം. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ് ഇവിടെ 70 ഗ്രൂപ്പിലുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം LS എടുക്കാൻ വേണ്ടി വയനാട് ജില്ലയിൽ പോയപ്പോൾ, അവിടെ മാനന്തവാടിയിൽ ഒരു സ്കൂൾ പോയ സമയത്ത് ഞാൻ വെറുതെ മക്കളോട്, 4ാം ക്ലാസ്സിലെ LS എഴുതുന്ന മക്കളോട് ചോദിച്ചു, മക്കൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ, പുറത്ത് ലൈബ്രറിയിൽ ചേർന്നിട്ട് എടുത്തിട്ട് എന്ന് ചോദിച്ചു. എല്ലാ മക്കളും താഴോട്ട് തല താഴ്ത്തിയിരുന്നു. അപ്പോ ശ്രീപ്രിയ എന്ന് പറയുന്ന ഒരു മോള്, അവള് പറഞ്ഞത്, ഞാൻ 2ാം ക്ലാസ്സിൽ മുതൽ ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ട് സാറേ, ഞാൻ ഇപ്പോൾ എഴുതി വെച്ച ബുക്കുകളുടെ എണ്ണം 78 എന്നാണ്. അതായത് പാഠപുസ്തകമല്ലാതെ, നമ്മുടെ കുട്ടിക്കഥകളല്ലാതെ, കുഞ്ഞു കുഞ്ഞു കഥകളല്ലാതെ അവള് ശ്രീപ്രിയ എന്ത് ചെയ്തു, 78ഓളം പുസ്തകങ്ങൾ, സാഹിത്യകാരന്മാരുടെ 78ഓളം പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു. അവൾ ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതി വെച്ചു. പുസ്തകത്തിന്റെ പേര്, ആരാണ് എഴുതിയത്, ആ പുസ്തകത്തിനെ പറ്റി ചെറിയ 3-4 വരികൾ എഴുതി വെച്ചു. ഇങ്ങനെ നമ്മൾ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ, പുസ്തകങ്ങളെ നമ്മുടെ കൂട്ടുകാരാക്കുമ്പോൾ നമ്മുടെ അറിവ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ പദസമ്പത്ത് വർദ്ധിക്കുകയും, നമ്മളോട് ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റുകയും ചെയ്യും. നമ്മൾ പദങ്ങൾക്ക് വേണ്ടി നമ്മൾ അപ്പുറത്തൊന്നും അന്വേഷിക്കണ്ട. ചില മക്കളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ നോക്കും. എന്തിനാണ്? ആ പദങ്ങൾ കിട്ടുന്നില്ല. എവിടെ നിന്നാണ് പദങ്ങൾ കിട്ടുന്നത്? ഈ പുസ്തകങ്ങളിൽ നിന്നാണ് പുതിയ പുതിയ പദങ്ങൾ കിട്ടുന്നത്. അതേപോലെ തന്നെ മക്കൾ നേരത്തെ പറഞ്ഞു, ഡയറി, പത്രവാർത്ത, ആസ്വാദന കുറിപ്പ് എന്നൊക്കെയോ പറഞ്ഞു. ഇങ്ങനെ പത്രവാർത്ത, ആസ്വാദന കുറിപ്പ്, ഡയറി, അതുപോലുള്ള മറ്റു കാര്യങ്ങൾ, വ്യവഹാരൂപങ്ങൾ എന്ന് പറയും, ഡിസ്കോഴ്സസ്, അത് എഴുതുമ്പോൾ നല്ല ഉയർന്ന തലത്തിലുള്ള ഒരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല നല്ല പദങ്ങൾ കൂട്ടിച്ചേർക്കണം. ഈ നല്ല നല്ല പദങ്ങൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ നമ്മൾക്ക് വായനയാണ് വേണ്ടത്. ഏതായാലും നമുക്ക് അടുത്ത ആഴ്ച സ്കൂളുകളിൽ വായന ദിനം എന്ന ഒരു ചടങ്ങുണ്ട്. ആ വായന ദിനത്തില് ഇതിനെപ്പറ്റി നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങളുടെ പ്രത്യേക അസംബ്ലി ചേരുകയും അതുപോലെ തന്നെ അധ്യാപകർ മറ്റുള്ള ആളുകളെ ഒക്കെ കൊണ്ടുവന്ന് അധ്യാപകർ ഇതിനെപ്പറ്റി, ഈ വായനയുടെ മഹാത്മ്യത്തെ പറ്റി പറയുകയും മക്കളോട് പുസ്തകം എടുത്ത് വായിക്കേണ്ടതിന്റെ കാര്യത്തെപ്പറ്റി പറയുകയും ഒക്കെ ചെയ്യും. അതുപോലെ മക്കൾ എന്ത് ചെയ്യുക? ഒരു പുസ്തകമെങ്കിലും മാസത്തിലെടുത്ത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പുസ്തകം, കഴിയുന്നവർ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലെങ്കിലും ഒരു പുസ്തകം വായിക്കുന്ന രീതിയിലേക്ക് മാറണം. എന്നിട്ട് നിങ്ങളുടെ പദസമ്പത്ത് മാത്രമല്ല, നമ്മളുടെ അറിവും അതുപോലെ തന്നെ നമ്മൾ പെരുമാറുന്ന രീതിയും, നമ്മൾ നമുക്ക് വിഷമം വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പുസ്തക വായനയിലൂടെ കിട്ടും. അതുകൊണ്ട് വായന ഒരു ശീലമാക്കുക എന്നുകൂടി പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ നേരത്തെ ഞാൻ പാടിയ പാട്ട്, ഈ പാട്ട് മക്കള് കേട്ടിട്ടുണ്ടോ? ഞാൻ പാടിയ പാട്ട് മക്കൾ കേട്ടിട്ടുണ്ട്? ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? മൈക്ക് ഓൺ ചെയ്യാൻ പറയും. മൈക്ക് ഓഫ് ആണ് എല്ലാവരും പറയുന്നവർ, മൈക്ക് ഓൺ ചെയ്തിട്ട്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ മുമ്പ്? ഇല്ലെങ്കിൽ ഇല്ലാതെ പറയൂ. ഇല്ല. കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്? ഇല്ല.
കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ മാഷ് പാടിത്തരും, എന്നിട്ട് ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് പറയാം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലായിടവും പുഷ്പഗന്ധം പരത്തി, മെല്ലൊന്നു തെക്കുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂഗോരവത്താൽ, എല്ലാവർക്കുമേകുന്നിരേ കോകിലങ്ങൾ. ഇത് കുറച്ചുകൂടെ ലൈൻസുള്ള ഒരു കവിതയാണ്. അപ്പൊ അതിലെ 8 ലൈൻസാണ്, 8 വരികളാണ് ഞാൻ പാടിയത്. അപ്പൊ നമുക്ക് നോക്കാം, ഈ 8 വരികൾ വെച്ചിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ കവിത യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. മക്കൾ അടിച്ചു നോക്കരുത്, രക്ഷിതാക്കളോട് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കാം, എന്നിട്ട് എഴുതി വെക്കാം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രവർത്തനം, ഏത് പ്രവർത്തനമാണെന്ന് സാറ് പറയുന്നില്ല, ഈ 8 വരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം മക്കൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മൈക്ക് ഓഫ് ആണ്, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി? ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കവിത 8 വരി കവിത ഞാൻ പാടി, ആ കവിതയുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനമാണ്, ഏതെങ്കിലും ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം എന്താണെന്ന് മുകളിൽ എഴുതുക, ഹെഡിങ് ആയി തലക്കെട്ടായിട്ട് എഴുതുക, എന്നിട്ട് അത് മക്കൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ സാറ് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നാളെ സാറ് പറഞ്ഞു നാളെ സ്കൂളിൽ അവധിയുണ്ടത് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നാളെ തന്നെ ഈ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും, പകൽ സമയത്ത് എഴുതാൻ പറ്റും, എഴുതി വെക്കുക. ഓക്കെ, സാറ് ആസ്വാദനക്കുറിപ്പാണോ? എന്ത് വേണമെങ്കിലും എഴുതാം. അതാ ഞാൻ പറഞ്ഞത് മോളെ, ഗായത്രി അല്ലേ ചോദിച്ചത്? ഹൈഫ. എന്ത് വേണമെങ്കിലും ആവാം, അത് ഞാൻ പറയുന്നില്ല. ആസ്വാദനക്കുറിപ്പാണെങ്കിൽ അത്, അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത്, എന്താണ് നിങ്ങൾക്ക് വിട്ടു തന്നു ഒരു പ്രവർത്തനം, ഈ പാഠവുമായി ഈ കവിതയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം എഴുതി വെക്കുക. എല്ലാവരും നാളെ പകല് കവിത നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സാറിപ്പ് അയച്ചു തരും. കവിത നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അയച്ചു തരും, 8 വരി കവിത. അത് ആ കവിത വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മക്കൾ നോക്കിയിട്ട് നല്ല ഈണത്തിൽ പാടുക. അതിനുശേഷം നിങ്ങൾ ആ കവിതയായിട്ട് 8 വരിയായിട്ട് ബന്ധപ്പെട്ട കവിതയിലെ ഏതെങ്കിലും ഒരു പ്രവർത്തനം, നേരത്തെ ഒരു മോഡ് ചോദിച്ചു, ആസ്വാദനമാവാം, സംഭാഷണമാവാം, അല്ലെ, എന്തും ആവാം. അപ്പൊ അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ശരി, ഇനി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും അല്ലെ മക്കൾ? നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കുറെ നേരം ഫോണിൽ കൂടെ നോക്കി നിൽക്കേണ്ടിയില്ലല്ലോ. എന്തായാലും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു 10 മണിക്ക് ശേഷമായിരിക്കും വരിക എന്ന് യൂട്യൂബില്. അതേ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. ഇല്ലെങ്കിൽ നാളെ സൗകര്യം കിട്ടുമ്പോൾ, നാളെ സ്കൂളില്ലല്ലോ, അപ്പൊ ആ സമയത്ത് സൗകര്യം കിട്ടുമ്പോൾ നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കമന്റ് ചെയ്യാൻ പറ്റും. സുൽത്താൻ, യൂസഫ് സുൽത്താൻ. യൂസഫ് സുൽത്താൻ എവിടെ? യൂസഫ് സുൽത്താന്റെ വീട് മന്ദലാകുന്ന്. ഓ, തൃശ്ശൂർ ജില്ല. എന്താ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ മോനെ? ക്ലാസ് മനസ്സിലായിട്ടുണ്ട്. മാത്സ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കേണ്ടത്, അത് യൂട്യൂബ് നോക്കിയിട്ട് ഒന്നും കൂടി ക്ലിയർ ചെയ്തു. ഏതാണ്? മാത്സിന്റെ അല്ലെ? ഞാൻ കൊടുത്തതായിരിക്കും അല്ലെ? അതെ അതെ അതെ, അത് യൂട്യൂബിൽ നോക്കിയിട്ടേ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ 100 രൂപയുടെ വായിക്കലാണോ പ്രശ്നമായത്, അല്ലെ 11 കൂട്ടി എന്നതാണ് പ്രശ്നമായത്? അത് അവര് 5ന്റെ ഡിഫറൻസ് അവനക്ക് വല്ലാണ്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, അവനക്ക് വല്ലാണ്ട് എപ്പോഴും നമുക്ക് മാത്സിനെ സമീപിക്കുമ്പോൾ ഏതാണോ ഫോക്കസ് ചെയ്യുന്ന 10 രൂപ, ആ 10 രൂപ മാറ്റി പിടിക്കണം. അത് കുറച്ച് വരുന്ന തരാണ്. അതുകൊണ്ടാണ് ഞാനൊരു പ്രാവശ്യം കൂടി കേൾപ്പിച്ചു കൊടുത്താൽ കുറച്ചും കൂടി മനസ്സിലാവുണ്ടാവും. ഏതായാലും രക്ഷിതാക്കൾ കൂടെ നിൽക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോ വേറെ എന്തെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം തരാനുണ്ടെങ്കിൽ പറയാം. ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അപ്പൊ അത് കാരണം സ്പീഡ് കൂടുന്നൊന്നുമില്ലല്ലോ? ഇല്ല, സ്പീഡ് കൂടുന്നൊന്നുമില്ല. ശരി ശരി, ഞാൻ മനസ്സിലാവുന്നുണ്ട്, നന്നായി മനസ്സിലാവുന്നുണ്ട്.
ഓക്കെ, ഗുഡ്. ഇനി വേറെ രക്ഷിതാക്കൾക്ക് ആരെങ്കിലും ഉണ്ടോ? പേര് പറഞ്ഞു, മക്കളുടെ പേര് പറഞ്ഞ് പറയും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? മനസ്സിലായി. ആരാ കൂടെ ഉള്ളത്? ഉമ്മാനോട് ചോദിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. പ്രയാസം കണ്ടത് യൂട്യൂബിലെ ക്ലാസ് ഒന്നുകൂടി കാണിച്ചു കൊടുത്തിട്ട് ക്ലിയർ ചെയ്യാം. തുടങ്ങിയിട്ടൊന്നുമില്ല ശരിക്കും, വെറുതെ ഒരു ചോദ്യം ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ അതെ അതെ. അപ്പൊ റെഡി ആയിക്കോളൂ. എവിടെയാണ് സ്ഥലം? എവിടെയായിരുന്നു? ഞങ്ങള് പരപ്പനങ്ങാടി. പരപ്പനങ്ങാടി. ഓക്കെ, ശരി ശരി. ഈ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി പറ്റി? സാറേ ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട് സാർ. ഉണ്ടോ? ആരെ? രണ്ടുപേരെയും? സന ശംസിന് ഞാൻ NNMS USS ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാമനാട്ടുകര. രാമനാട്ടുകര. ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ശരി, താങ്ക്സ്. ഏത് സ്കൂളാ പഠിക്കുന്ന? ഗവൺമെന്റ് സ്കൂളാണോ രാമനാട്ടുകര? അല്ല, പിന്നെ പാറമ്പൽ LPBS. ഓ ശരി. നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം. കൂടുതൽ ക്ലാസ്സുകൾ ഇതിന് അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ക്ലാസ് എടുക്കുന്ന 1-2 ടീച്ചേഴ്സ് ഒക്കെ അതിൽ കയറിയിട്ടുണ്ട്. അനിസാറുണ്ട്, ഞാനുണ്ട്, രാജൻ സാറുണ്ട്. അപ്പൊ അവരുടെ വകയുടെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ തരും. ആ ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളില്ലാത്ത സമയത്തൊക്കെ മക്കൾക്ക് LSS ആയിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അതിന്റെ ആൻസർ തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇവർക്കുള്ള പിന്നെ വർക്ക്ഷീറ്റ്, അതായത് നമ്മുടെ ഒരു ഗൈഡ് ഇറങ്ങുന്നുണ്ട്. പുതിയ പാഠപുസ്തകത്തിൽ തയ്യാറാക്കിയിട്ട് ഗൈഡ് എന്തായാലും ഒരു 2 ആഴ്ച കൊണ്ട് അത് ഇറങ്ങുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം പുതിയ പാഠപുസ്തകത്തിൽ 2ാം വോളിയതൊക്കെ വരുന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് താമസം പിടിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾക്ക് അതിന്റെ വർക്ക്ഷീറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ അയച്ചു തരും. അതിനുശേഷം അതിന്റെ ഗൈഡ് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും ഈ പ്രാവശ്യം USSന്റെ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. അതേസത്ത് ഇതിൻ്റെത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അഡ്രസ്സിൽ ഞാൻ അയച്ചു തരുന്നുണ്ട് കേട്ടോ.